മൂത്രമൊഴിക്കുമ്പോൾ ഒരു വെളുത്ത ദ്രാവകം മൂത്രത്തിൽ കാണുന്നു. ചിലപ്പോൾ മൂത്രം ഒഴിക്കുന്നതിന് മുമ്പായിരിക്കും, അല്ലെങ്കിൽ മൂത്രം ഒഴിച്ചു കഴിഞ്ഞായിരിക്കും, അല്ലെങ്കിൽ മൂത്രത്തിൻ്റെ കൂടെ ആയിരിക്കും. ഇത് കാണുമ്പോഴേക്കും പലർക്കും പേടിയാകും. എന്താണ് സംഭവിക്കുന്നത്? ഗുരുതരമായുള്ള വല്ല കാര്യങ്ങളുമാണോ? അപ്പോൾ അതിൻ്റെ കാര്യം എന്ന് പറയുമ്പോഴേക്കും ചിലപ്പോൾ പങ്കാളിയുമായുള്ള ഒരു സ്നേഹം കഴിഞ്ഞ ശേഷം, അല്ലെങ്കിൽ സ്വയം ഒന്ന് എൻജോയ് ചെയ്ത ശേഷം പുറത്തു വരേണ്ട ദ്രാവകം ഈ മൂത്രനാളിലെയോ അല്ലെങ്കിൽ മൂത്രാശയത്തിലെയോ എന്തോ തടസ്സം മൂലം തിരിച്ച് മൂത്രസഞ്ചിയിലേക്ക് പോവുകയാണ്. അങ്ങനെയാണ് മൂത്രം ഒഴിക്കുന്നതിന് മുമ്പോ മൂത്രം ഒഴിക്കുമ്പോഴോ അല്ലെങ്കിൽ മൂത്രത്തിൻ്റെ കൂടെയോ ആ ദ്രാവകം പുറത്തേക്ക് വരുന്നത്. അത് ഒരു കാരണം. ഇനി വേറൊരു സമയത്ത് ഇങ്ങനെ സംഭവിക്കാം. അതായത് ബാത്റൂമിൽ പോയിരുന്ന് അമിതമായി ബലം പ്രയോഗിക്കുക. നമ്മളെന്ത് പറയും? മുക്കുക എന്ന് പറയും. എല്ലായിടത്തും ആ വാക്കാണെന്ന് ഉപയോഗിക്കുന്നത് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ അമിതമായി ബലം പ്രയോഗിച്ച് നമ്മൾ ബാത്റൂമിൽ പോകുന്ന സമയത്ത് പ്രോസ്റ്റേറ്റിന് അതൊരു ബലപ്രയോഗമാകും. അപ്പോൾ പ്രോസ്റ്റേറ്റിലുള്ള ആ ദ്രാവകം മൂത്രനാളി വഴി വെള്ളിലേക്ക് വരാം, അല്ലെങ്കിൽ മൂത്രത്തിലേക്ക് കലർന്ന് ഇതേപോലെ തന്നെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാം. പിന്നെ അടുത്ത ചില ആണുങ്ങളുണ്ട്. അതായത് അവർക്ക് പങ്കാളികളൊന്നുമില്ല, പിന്നെ അവർ സ്വയമായിട്ടുള്ള കാര്യങ്ങളിലും ഏർപ്പെടുന്നില്ല. അങ്ങനെയുള്ളവർക്ക് ഉള്ളിൽ ദ്രാവകങ്ങളെല്ലാം ഉൽപ്പാദനം നടക്കുന്നുണ്ട്. നിറകുടം തുളുമ്പ് എന്ന് പറഞ്ഞതുപോലെ അത് ഏതെങ്കിലും സമയത്ത് പുറത്തേക്ക് വരും. ഒന്നുകിൽ സ്വപ്നം കണ്ടിട്ട് സ്വപ്നത്തിൽ കൂടിയായിരിക്കാം, അല്ലെങ്കിൽ ഇതേപോലെ തന്നെ ദീർഘകാലമായിട്ട് ഒരു ആക്ടിവിറ്റീസും ഇല്ലാതിരിക്കുമ്പോഴേക്കും അധികമായിട്ടുള്ള ദ്രാവകം മൂത്രത്തിൽ കൂടി പുറത്തു പോകുന്നതായിരിക്കാം. ഇനി ഇതേപോലെ തെറ്റിദ്ധരിക്കപ്പെടുന്ന വേറൊരു സിറ്റുവേഷൻ ഉണ്ട്. അതായത് ആണുങ്ങളുടെ ഗ്രന്ഥിയായിട്ടുള്ള പ്രോസ്റ്റേറ്റിന് അണുബാധകൾ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ മൂത്രാശയത്തിൽ അണുബാധകൾ ഉണ്ടാകുന്നു. അങ്ങനെയുള്ളപ്പോൾ അത് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല, അത് സഹിച്ച് മുന്നോട്ട് പോകുന്നു. ആ സമയത്ത് അണുബാധകൾ മൂലമുണ്ടാകുന്ന പഴുപ്പ് അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. നിങ്ങൾ ഓർക്കണം. അത് വേണമെങ്കിൽ ഇതേപോലെ പുറത്തു പോകാം. അതും ഈ ഒരു സംഭവമായിട്ട് തെറ്റിദ്ധരിക്കപ്പെടാം. അപ്പോൾ ഇവിടെ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ എന്താണ് അഡ്രസ്സ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞല്ലോ, തടസ്സമുണ്ടാകുന്നത് കൊണ്ട് ചിലപ്പോൾ ഇത് മൂത്രാശയത്തിലേക്ക് പോകാം. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ, സ്ഥിരമായിട്ട് ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ യൂറോളജിസ്റ്റിനെ കാണുക, ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. അണുബാധകൾ കൊണ്ടാണോ തടസ്സമുണ്ടായത്, വേറെന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടാണോ എന്നുള്ളത് കണ്ടെത്തി അവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടതുണ്ട്. പിന്നെ രണ്ടാമത് പറഞ്ഞ കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലാതിരിക്കുന്ന ആൾക്കാർക്ക് സ്വാഭാവികമായിട്ട് അങ്ങനെ സംഭവിക്കാം. അതേപോലെ അമർത്തി നമ്മൾ ബലം പ്രയോഗിക്കുമ്പോഴേക്കും അങ്ങനെ ഉണ്ടാകാം. അതൊന്നും ട്രീറ്റ്മെൻറ്റ് ആവശ്യമുള്ള കാര്യമല്ല, അത് സ്വാഭാവികമാണെന്ന് മനസ്സിലാക്കിയാൽ മതി. ഇനി ഏറ്റവും അവസാനം പറഞ്ഞ കാര്യം, പഴുപ്പോ അല്ലെങ്കിൽ മൂത്രാശയ അണുബാധകളോ ഉണ്ടാകും. പക്ഷേ അതിന് കുറച്ച് ലക്ഷണങ്ങൾ കാണും. വേദന കാണും, അല്ലെങ്കിൽ എന്തെങ്കിലും അസ്വസ്ഥത കാണും, നടുവേദന കാണും, അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗത്ത് ആ ഭാഗത്ത് വേദനകളൊക്കെ കാണും. വളരെ അപൂർവമായിട്ട് വലിയ വേദനയൊന്നുമില്ലാതെ, ശ്രദ്ധിക്കപ്പെടാത്ത വേദന ഇല്ലാത്ത രീതിയിൽ അണുബാധകൾ വരാം. അപ്പോൾ ഇങ്ങനൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ സർജനെ കാണിക്കുക, അല്ലെങ്കിൽ ബെസ്റ്റ് യൂറോളജിസ്റ്റിനെ കാണിക്കുക, ട്രീറ്റ്മെൻറ്റ് ചെയ്യുക, ശരിയാക്കുക.